ഓപ്പോ A17k എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A17k എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന്, ഈ ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അത് തരക്കേടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 189 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.29 mm ആണ്. പിന്നെ ഈ ഫോണിൽ IPX4 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നാവി ബ്ലൂ അതുപോലെ തന്നെ ഗോൾഡ് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഇതിൽ 64 GB ഇൻറ്റേർണലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം മിക്ക ഫോണുകളിലും 64 GB ഇൻറ്റേർണലൊക്കെ തന്നെയാണ് കാണാറ്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതും തരക്കേടില്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും സിംഗിൾ സ്പീക്കറൊക്കെ തന്നെയാണ് വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള കളർ വോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് വലിയ തരക്കേടില്ല എന്ന് പറയാം. പിന്നെ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഓഫ്ലൈൻ സ്മാർട്ട് ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇല്ലാത്തത് അത്ര വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് Type-C ചാർജിംഗ് പോർട്ട് കൊടുക്കായിരുന്നു. മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് വരുന്നത് എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന ക്യാമറ സെൻസറാണ് ഫോണിൻ്റെ പിന്നിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഓൺ പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം മികച്ച റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. എന്തായാലും നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ക്യാമറ ടെസ്റ്റിംഗ് കൂടുതലായിട്ട് നടത്തിയാൽ നമുക്കതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ mediatekൻ്റെ helio G35 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ല. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വലിയ തരക്കേടില്ലാത്ത ഫീച്ചർ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഓൺലൈൻ ഫോണുകളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത്ര മികച്ചൊരു പ്രോസസ്സറൊന്നും ഇതിൽ വരുന്നില്ല ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്താൽ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലുള്ള ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിൽ 3 GB റാമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും 4 GB റാമൊക്കെ വരുന്നുണ്ട്. അവർക്ക് 4 GB റാം കൊടുക്കായിരുന്നു. എന്തായാലും 3 GB റാമേ ഇതിൽ വരുന്നുള്ളൂ. LPDDR4Xൻ്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഫോണിൽ വരുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നില്ല. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 89.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ നിരാശപ്പെടുത്തിയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തണോ എന്ന് വെച്ചാൽ ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്താൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ എന്നാലും അറ്റ്ലീസ്റ്റ് കൂടിയ റിഫ്രഷ് റേറ്റ്, പഞ്ചോൾ ഡിസൈന്, ഫുൾ HD റെസൊല്യൂഷൻ എന്നീ 3 ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സെങ്കിലും കൊടുക്കായിരുന്നു. ഇനി നമ്മൾ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല ഇത്.
ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പലപ്പോഴും നമുക്ക് ഫുൾ HD റെസൊല്യൂഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചോൾ ഡിസൈനും പിന്നെ ചില ഫോണുകളിലൊക്കെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നിരാശപ്പെടുത്തി എന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുമ്പോൾ വലിയ തിരക്കേടില്ല എന്ന് പറയാം, എന്നാലും അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം വെച്ച് നോക്കുകയാണെങ്കിലും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വില വരുന്നത് 10,499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ A17k എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിനുമാത്രം മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനുമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്തൊരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. ഓഫ്ലൈൻ മാർക്കറ്റിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എടുക്കണമെന്ന് വെച്ചാൽ ഓൺലൈൻ മാർക്കറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലുള്ള ഫോണുകളൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്ന, പിന്നെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ വരുന്ന, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ള ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.